നമസ്കാരം. സിറിയയിൽ കഴിഞ്ഞ ദിവസം ഐസിസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ സൈനികർക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ഒരു കാരണവശാലും അവരെ വെച്ച് വെറുപ്പിക്കുകയില്ല എന്നും ശക്തമായ തോതിലുള്ള തിരിച്ചടി അവർക്ക് നൽകും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദേശസ്നേഹികളായ 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം അവിടെ ഒരു സാധാരണ പൗരനും ഒരു സിറിയൻ പട്ടാളക്കാരനും വധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ അമേരിക്കയ്ക്ക് ശക്തമായ തോതിലുള്ള പ്രതിഷേധമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും സിറിയയുടെയും സൈനികർ ഒരു വാഹന വ്യൂഹമായി സഞ്ചരിക്കുന്ന വേളയിലാണ് ഐസിസ് ഭീകരൻ ഈ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പ് നടത്തിയത്. അങ്ങനെയാണ് 3 അമേരിക്കൻ സൈനികരും മറ്റ് 2 പേരും കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സിറിയയിൽ അസദ് ഭരണകൂടം താറുന്നതിന് ശേഷം വന്ന പുതിയ സർക്കാരിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സൈനികരെ ഇപ്പോൾ പല ഭാഗങ്ങളിലും സിറിയയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇവർ സിറിയൻ സൈനികർക്ക് ഈ തീവ്രവാദികളെ നേരിടുന്നതിന് പരിശീലനവും നൽകുന്നുണ്ട്. നേരത്തെ ഐസിസ് തീവ്രവാദികൾ സിറിയയിൽ വലിയ തോതിലുള്ള ഒരു ശക്തിയായിരുന്നു എങ്കിലും പിന്നീട് ഇവർ ദുർബലരാകുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും അവരുടെ സീക്രട്ട് സെല്ലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. അതായത് അക്രമിയ സൈനികർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇയാളുടെ വിശദാംശങ്ങൾ തേടുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ അമേരിക്ക വിശദമായി പരിശോധിക്കുന്നുണ്ട്. അഹമ്മദ് അൽ ഷാറ സിറിയയുടെ പ്രസിഡൻ്റായതിനു ശേഷം അമേരിക്കയുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. നേരത്തെ പ്രസിഡൻ്റായിരുന്ന അസദ് ഇപ്പോൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഒളിവ് ജീവിതം നയിക്കുകയാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഐസിസ് ഭീകരന്മാർ തന്നെയാണോ അതോ അവരുടെ അനുഭവം പുലർത്തുന്നവരാണോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലേക്കുള്ള യാത്ര മധ്യേ സിറിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിറിയയിൽ അസദിൻ്റെ ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് വേണ്ടി നടന്ന അതിശക്തമായ കലാപത്തെ തുടർന്നാണ് അവിടെ അൽ ഷാറ പ്രസിഡന്റായി ചുമതലയാക്കുന്നത്. അമേരിക്ക ശരിക്കും ആദ്യം പിടികിട്ടാപ്പുള്ളിയായോ ഭീകരനായൊക്കെ പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അൽ ഷാറ. എന്നാൽ പിന്നീട് അദ്ദേഹം അമേരിക്കയുമായി മികച്ച സൗഹൃദത്തിലാവുകയും ഇപ്പോൾ ട്രംപിൻ്റെ ഗുഡ് ബുക്കിലുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ ഒരു കാരണവശാലും അമേരിക്ക വെച്ച് വെറുപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം. ഒരുപക്ഷെ കൂടുതൽ അമേരിക്കൻ സൈനികർ സിറിയയിലേക്ക് എത്തുകയും അവർ സിറിയൻ സൈന്യത്തെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ നേരിടുന്നതിനായി സഹായിക്കുകയും ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും ഇന്നലത്തെ സംഭവം അമേരിക്കൻ സർക്കാരിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. കാരണം അമേരിക്കൻ സൈനികർ മറ്റൊരു രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുക എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇതിന് ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്ന ഹമാസ് ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിനും അമേരിക്ക എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇത്തരം തീവ്രവാദ സംഘടനകൾ ഐസിസ് പോലുള്ള സംഘടനകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അവരെ ക്രൂരമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നുമാണ് ട്രംപ് പലപ്പോഴും പറയാറുള്ളത്. ഡൊണാൾഡ് ട്രംപ് ഈയിടെയും തൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു.